സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സീനിയർ പെൺകുട്ടികളുടെ ഹാമർ ത്രോയിൽ സ്വർണം നേടിയ പാലക്കാടിൻ്റെ പല്ലവിയാണ് നമുക്കൊപ്പം ഉള്ളത്. പല്ലവിയുടെ പരിശീലകൻ നമുക്കൊപ്പം ഉണ്ട്. ഇപ്പോൾ പല്ലവി എന്തു തോന്നുന്നു? ഹാപ്പിയാണ്. ഫസ്റ്റ് വന്നു, കഴിഞ്ഞ കൊല്ലം സിൽവർ ആയിരുന്നു, അതിൻ്റെ ഒരു റിഗ്രറ്റും കൂടി ഇക്കൊല്ലം തീർത്തു. ഫൈനൽ ഇയർ ആണ് സ്കൂൾസിലെ, നാഷണൽ മെഡൽ വരുന്ന ഡെഫിനറ്റ്ലി തോന്നുന്നു. പല്ലവി എത്ര ദൂരമാണ് എറിഞ്ഞത്? 50.22. അപ്പം റെക്കോർഡ് നേടാനാവത്തിൽ സങ്കടമുണ്ടോ? വളരെ സങ്കടമുണ്ട്. ഞങ്ങളെല്ലാവരും റെക്കോർഡ് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. പിന്നെ മഴ പെയ്തു. ആ ഗ്രൗണ്ടിലാകുമ്പോൾ വാം അപ്പ് ചെയ്യാനുള്ള സൗകര്യവും കുറവാണ്. ഞങ്ങളുടെ ട്രാക്ക് ഭയങ്കര ഒട്ടിക്കൊണ്ടാണ്, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഹാപ്പിയാണ് സ്റ്റിൽ. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? വടവന്നൂർ വേലായുധൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. പല്ലവിയുടെ പരിശീലകൻ കൂടി ചേരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പല്ലവിയുടെ, അല്ലെങ്കിൽ എത്ര കുട്ടികളാണ് അവിടെ നിന്ന് വന്നത്? നമ്മൾ ഒരു ഫുൾ നല്ലൊരു പാക്ക് ഓഫ് ടീം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും വടവന്നൂർ സ്കൂളത്തെ എല്ലാ കുട്ടികളും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമുക്ക് ഹാമർ ത്രോ ഫൈനലിൽ പല്ലവി സന്തോഷ് വളരെ നല്ലൊരു ആളുടെ മീറ്റിൽ പേഴ്സണൽ ബെസ്റ്റ് ത്രോ ആണ്. നമ്മൾ ആക്ച്വലി മീറ്റ് റെക്കോർഡ് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിൽ ഒരു 15 മിനിറ്റ് കണ്ടിന്യൂസ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുറച്ചൊന്ന് ഡെഡായി വീണ്ടും നമ്മൾ വാമ്പ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. തീർച്ചയായിട്ടും ഈ ഒരു നാഷണൽ ഉറപ്പായിട്ട് ഒരു ഗോൾഡ് മെഡൽ തന്നെ നമുക്കൊരു ടാർഗറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. ഏതായാലും പല്ലവി സന്തോഷം. ദേശീയ മീറ്റിലേക്ക് പോകുമ്പോൾ റെക്കോർഡോടുകൂടി തന്നെ സ്വർണം നേടി മടങ്ങി വരാമെന്നാണ് പല്ലവിയുടെ പ്രതീക്ഷ. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1.